എമിഗ്രേഷനിൽ ആൾ ചോദിച്ചു എങ്ങോട്ടാണ്. ഞാൻ പറഞ്ഞു ദുബൈയിലേക്കാണ് പോകുന്നത് പറഞ്ഞു. എന്താണ്? ഞാൻ പറഞ്ഞു ഇവിടെ ക്യാമറ എടുക്കാൻ പറ്റത്തില്ല. ഞാൻ പറഞ്ഞു ഇവിടെ നീ ബാഗൊക്കെ പരിശോധിക്കണം, കൊടുക്കണം. അതുപോലെ തന്നെ മറ്റെന്താ, ഞാൻ പുറത്തുനിന്ന് ആൾക്കാരെ വിളിച്ചു കേട്ടോ. അവർക്ക് കൊടുത്തോടാനുള്ള തീരുമാനമാണ്. അല്ല ഇതെല്ലാം ഇരയെ തിരികെയൊക്കെ പോകാനൊക്കെ നമുക്ക് ഇടങ്ങേറാൻ പറ്റത്തില്ല. അതുകൊണ്ട് ആ പരിപാടിയാണ്. ഓക്കെ, എല്ലാം വലിച്ചു വാരിയിട്ടുണ്ട്. എല്ലാം എൻ്റെ അടുത്ത് വെക്കട്ടെ, എന്തോ ചെയ്യാനാ. ഒരു കള്ളക്കടത്ത് ചെയ്യുന്നവനില്ല ഇത്രയും ഗതികേട്. അവൻ കൂളായിട്ട് നടത്തും. ഞാനാണ്ടെ ഇത് പാക്ക് ചെയ്ത് വീട്ടിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് ആൾ പുറത്ത് വന്ന് ഇതിനെ കൊടുക്കാൻ പറ്റും കേട്ടോ. രണ്ടാമത് ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് പാഠം പഠിക്കാൻ പറ്റും കേട്ടോ. പാഠം മീൻസ് പുതിയ കാര്യങ്ങൾ അറിയാൻ പറ്റും. 1 കിലോയ്ക്ക് ഇവർ മേടിക്കുന്നത് വെച്ചാൽ 1400 സംതിങ് ഞാൻ കണ്ടാണ് കേട്ടോ. 1000 എത്ര രൂപയാണ് 1 കിലോയ്ക്ക് എക്സ്ട്രാ ആവുന്നത്. എനിക്ക് ഇവിടെ സത്യം പറഞ്ഞാൽ പാട് കേട്ടോ, എന്തോ അറിയത്തില്ല. രണ്ടാമത്തെ കാര്യം, പുറത്ത് നമുക്ക് സാധനം കൊടുക്കാൻ പറ്റും. അവിടെ ഇതുവഴി ഇറങ്ങി കൊടുക്കാൻ പറ്റും കേട്ടോ. ഓക്കെ, അപ്പം 2 ഓപ്ഷനും ഉണ്ട്. അതിപ്പം ഇത് കൊണ്ട് നമുക്ക് പഠിക്കാൻ പറ്റും. മുന്നേ യാത്ര ചെയ്തവർക്ക് അറിയത്തില്ല, പുതുതായിട്ട് ആളുകൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പം അങ്ങനെ ഞാൻ കറക്റ്റ് 7 കിലോ ആക്കിയിട്ടുണ്ട്. എൻ്റെ പോക്കറ്റിലൊക്കെ സ്പ്രേയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. സ്പ്രേ, പേഡ്സ്. ഇത് ഇച്ചിരി കൂടുതലാണ് വെയിറ്റ്. അതിലായിട്ട് എൻ്റെ ക്യാമറ ബാറ്ററിയും കാര്യങ്ങളൊക്കെ, അതൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. നോക്കട്ടെ. അയ്യോ പെട്ട് മോനെ പെട്ട്. ആദ്യമായിട്ട് ഇങ്ങനെ നോക്കാം. ആ പോകുന്ന ചേട്ടൻ ഇല്ലേ, ആ ചേട്ടൻ എൻ്റെ വീഡിയോസ് കണ്ടിട്ടുണ്ട് കേട്ടോ. എൻ്റെ അടുത്ത് വന്നിട്ട് മറ്റേ റോഡ് സൈഡിൽ ടെൻ്റൊക്കെ അടിച്ച് കിടക്കുന്ന ആളല്ലേന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അതേന്ന് പറഞ്ഞു. ഞാൻ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ കണ്ടത് സന്തോഷം എന്ന് ഞാൻ പറഞ്ഞു. ഷേക്ക് ഹാൻഡ് കൊടുത്തു. ഒരാളിപ്പോൾ ആര് വന്നാലും ശരി തന്നെ ഞാൻ ഫസ്റ്റിൽ ഷേക്ക് ഹാൻഡ് കൊടുക്കും കേട്ടോ. എൻ്റെ വീഡിയോ ഫോളോവർ ആണോ സബ്സ്ക്രൈബർ ആണോ, എൻ്റെ വീഡിയോ ചിലപ്പോൾ എന്നെ ജസ്റ്റ് കണ്ടിട്ടുള്ള ആളായിരിക്കും, ഞാൻ ആദ്യം ഷേക്ക് ഹാൻഡ് കൊടുക്കും കേട്ടോ. ഓക്കെ, അപ്പോൾ എൻ്റെ ഒരു മര്യാദയാണത്. ഞാനത് കൊടുത്തു. അപ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട് കേട്ടോ. ഞാനൊക്കെ എന്നെയൊന്നും ആർക്കും അറിയത്തില്ലായിരുന്നു. എൻ്റെ നാട്ടിൽ എനിക്ക് എന്നെ വലിയതായിട്ട് ആൾക്കാർക്ക് അറിയത്തില്ലായിരിക്കാം തോന്നുന്നു. പക്ഷേ ഇതൊക്കെ ഒരു വിജയമാണ് കേട്ടോ എൻ്റെ. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എയർപോർട്ടിലൊക്കെ വന്നിരിക്കുമ്പോഴത്തേക്കിനും ആളുകളൊക്കെ വീഡിയോസൊക്കെ കാണുന്നുണ്ടെന്ന് പറഞ്ഞാൽ അടുത്ത് വന്നിട്ട് നമ്മൾ സംസാരിക്കുമ്പോഴൊക്കെ നമുക്ക് സന്തോഷമാണുള്ളത്. ഒരു അഹങ്കാരം പറയുന്നതല്ല കേട്ടോ. പടച്ചവൻ്റെ ഒരു ഗിഫ്റ്റാണ്, എൻ്റെ ലൈഫിൽ എനിക്ക് തന്നെയാണ്. ഓക്കെ, ഒരു സമയം ഒന്നുമല്ലാതെ തേരാ പാരാന്ന് പറഞ്ഞ് നടന്നതാണ്. തുടക്കത്തൊന്നും ഒരു റിസൾട്ടും കിട്ടിയിട്ടില്ല. ഫൈനലി പടച്ചോൻ ഇത്രയും അലഞ്ഞതിൻ്റെ പേരിൽ എന്നെ 10 ആളുകളുടെ മുമ്പിൽ അറിയിപ്പിച്ചു. പടച്ചോന് വളരെ നന്ദിയുണ്ട്. എൻ്റെ ലൈഫിൽ എൻ്റെ യാത്ര കൊണ്ട് എനിക്ക് കിട്ടിയത് ആ ഒരു ഒറ്റ കാര്യമുള്ളൂ കേട്ടോ. ആളുകൾ അത്യാവശ്യം യാത്ര കാണുന്നുള്ള ആളുകളാണ്, സാധാരണക്കാരായ ആളുകളാണ് എല്ലാവരും എൻ്റെ അടുത്ത് വരാറുള്ളത്. എനിക്കത് തന്നെ മതി. രണ്ടാമത്തെ കാര്യം, ഇതിൽ നിന്ന് ഒരു വരുമാനങ്ങളോ കാര്യങ്ങളോ ഉണ്ടാക്കി ഞാൻ പണം ഉണ്ടാക്കിയിട്ടില്ല. രണ്ടാമത്തെ കാര്യത്തിലാണ്. അപ്പം എന്തായാലും വളരെ സന്തോഷം. ഇതുപോലുള്ള ആളുകൾ വരട്ടെ. കാണുമ്പോൾ എനിക്കൊരു സന്തോഷമാണ് കേട്ടോ. ഓക്കെ, ഇപ്പോഴും പെട്ട് നിൽക്കുകയാണ് ഞാൻ. അപ്പോൾ ഇവരെ കാണുമ്പോൾ അത് വീണ്ടും സന്തോഷം. ഓക്കെ, അപ്പോൾ എല്ലാം പടച്ചവൻ്റെ ഒരു ഗിഫ്റ്റാണ് ലൈഫിൽ. അൽഹംദുലില്ലാ. അതുപോലെ തന്നെ എയർ ഇന്ത്യയിലെ ആ കൗണ്ടറിൽ ഇരുന്നെടുത്തുകൊണ്ട് കേട്ടോ. അവൻ ഒരു നയഗുണമില്ലാത്തൊരുത്തെ. പക്ഷേ പുറത്ത് കൗണ്ടറിൽ പോയിട്ട് ഞാൻ എൻ്റെ കാര്യങ്ങൾ അവരോട് അവതരിപ്പിച്ചപ്പോൾ അവരെൻ്റെ അടുത്ത് നല്ല രീതിയിലാണ് പ്രതികരിച്ചത്. കാര്യം ഒരു നല്ല രീതിയിൽ കുഴപ്പമില്ലടാ, വേറെ ജാക്കറ്റ് വല്ലതും ഉണ്ടെങ്കിൽ അതിൽ കുത്തിറച്ച് കൊണ്ട് പോകാൻ നടക്കുന്ന പറയുന്നത് എല്ലാവരും ചെയ്യുന്ന സംഭവമാണ് കേട്ടോ. നമ്മൾ നിഷ്കളങ്കനായതുകൊണ്ട് നമുക്കിങ്ങനെ പരിപാടി ഇല്ലാത്തത് കൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല. എനിക്ക് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇവളുള്ള ഡ്രസ്സാണ് ആ കവറിയിരിക്കുന്നത്, ഇതെല്ലാം എടുത്ത് കുത്തിറച്ചിട്ടുകൊണ്ട് പോകും. പക്ഷേ വേണ്ട, അതിനോട് ഞാൻ യോജിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പം അതുകൊണ്ട് ഞാൻ വേണ്ടെന്ന് പറഞ്ഞു. അപ്പം ആൾക്കാർ വരും, അവരുടെ കൊടുത്തിട്ട് നൈസിൽ എടുത്തുകൊണ്ട് പോകണം. കാര്യം നിയമമാണ് കേട്ടോ. ഞാനിപ്പോൾ എൻ്റെ ഭാഗത്തു നിന്നുള്ള നല്ല സെറ്റപ്പല്ല പറയുന്നത്, നിയമമാണിത്. 7 കിലോ എന്ന് പറഞ്ഞാൽ 7 കിലോ കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ, അത്രയേ ഉള്ളൂ. അപ്പം എൻ്റെ കുറ്റം അവരുടെ കുറ്റമൊന്നുമല്ല, എൻ്റെ കുറ്റമാണ്, അവരുടെ കുറ്റമല്ല. ഓക്കെ, അപ്പോൾ നമുക്ക് പരാതിയൊന്നുമില്ല, നോ പ്രോബ്ലം. നോക്കാം. അയ്യോ അങ്ങനെ കൊടുത്തു കേട്ടോ. ഇനിയൊരു വേട്ട കഴിഞ്ഞ് ഇനി അടുത്ത ഇവിടെ പോകണം. ഇനി വീണ്ടും പോകണം കേട്ടോ. അവിടെ നമ്മുടെ വേറെ സബ്സ്ക്രൈബേഴ്സിനെ കണ്ട് തോഫി ഞാൻ പറഞ്ഞു ഞാൻ ഫ്ലൈറ്റിലുണ്ട്, ഞാൻ ഇച്ചിരി പരിപാടിയിലാണെന്ന് പറഞ്ഞു. ഓക്കെ, ചെക്കന്മാരോട്ടൊക്കെ സംസാരിക്കണം കേട്ടോ. എൻ്റെ ഭയങ്കര ഹാപ്പിനെസ്സാണ് നിങ്ങളൊക്കെ എൻ്റെ അടുത്ത് വരുമ്പോൾ നിങ്ങൾ സംസാരിക്കണം എന്നുള്ളത്. അപ്പം ചെറുക്കനെ അവനോട് ഫസ്റ്റ് സംസാരിക്കാൻ പറ്റില്ല, ഇനി അവനോട് പോയി സംസാരിക്കണം. നമ്മൾ വലിയ സെറ്റപ്പുള്ള ആളൊന്നും അല്ല, നിങ്ങളോടൊക്കെ തന്നെ ഒരാളാണ്. പക്ഷേ
പുറത്ത് വെച്ച ആളുകൾ ഇങ്ങനെ തിരിച്ചറിയുന്നത് കൊണ്ടുള്ളൊരു ഇതേ ഉള്ളൂ. പക്ഷേ അവരെ നമ്മൾ വെറുതെ വിടത്തില്ല. നിങ്ങൾക്ക് എന്നോട് സംസാരിക്കാൻ താല്പര്യമില്ലെങ്കിൽ ഞാൻ നിങ്ങളുടെ അടുത്ത് സംസാരിക്കും. എന്നെ അറിയാവുന്ന കാര്യമാണ് കേട്ടോ, അല്ലാതെ അതെങ്കിൽ നീ ആരടാന്ന് ചോദിക്കും. ഓക്കെ, എന്തായാലും ലൈസിന് പോട്ടെ. ഇതൊരു ബാധ്യതയാണ് കേട്ടോ സത്യം പറഞ്ഞാലേ. ഭയങ്കര സന്തോഷം കേട്ടോ. ആദ്യമൊക്കെ എന്നെ എടുത്ത് സാധനങ്ങളൊക്കെ നോക്കി, രണ്ടാമത് എന്നെ തൂക്കിയില്ല കേട്ടോ. അപ്പം മറ്റേ കണ്ടുകൊണ്ടിരുന്ന ചെക്കൻ വന്നിട്ട് കയറ്റി വിട്ടോളാൻ പറഞ്ഞെന്നെ. അങ്ങനെ ഫുഡും കാര്യങ്ങളും കറക്റ്റ് വെയിറ്റ് ആണെന്ന് തൂക്കിയൊന്നും നോക്കിയില്ല കേട്ടോ. എൻ്റെ അടുത്ത് പൊക്കോളാൻ പറഞ്ഞു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ സെലിബ്രിറ്റീസില്ല. അപ്പം ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഞാനവിടെ വന്ന് നിന്ന് എൻ്റെ അടുത്ത് ആളുകൾ വന്ന് സംസാരിക്കുന്നതൊക്കെ ഇവർ കണ്ടെന്ന് തോന്നുന്നു കേട്ടോ. അതുകൊണ്ടാണെന്ന് തോന്നുന്നു ഒരുപക്ഷെ എനിക്കിങ്ങനെ ചെക്ക് ചെയ്യാതെ എന്നെ കയറ്റി വിട്ടത്. അപ്പോൾ എന്തോ ആയിക്കോട്ടെ, എൻ്റെ നല്ല രീതിയിലാണ് പെരുമാറിയത്. രണ്ടാമത്തെ കൗണ്ടറിൽ പോയാൽ പുള്ളിയെ മറ്റേ വന്നിട്ട് പറഞ്ഞിട്ട് എന്നെ കയറ്റി വിട്ടോളാൻ പറഞ്ഞു. ആദ്യമേ ഇത് പറഞ്ഞാൽ ഞാൻ പോയത്. കുഴപ്പമില്ല, വെയിറ്റ് ഇച്ചിരി കൂടുതലുണ്ടാണ് കേട്ടോ. നമ്മുടെ മിസ്റ്റേക്കാണ്, പറഞ്ഞിട്ട് കാര്യമില്ല. ബോർഡിംഗ് പാസ് കിട്ടി. ഇനിയിപ്പോൾ ഇവിടെ നേരെ മേളിൽ പോകണം. 9:11:45 ഫ്ലൈറ്റ്. ഓക്കെ, അപ്പം ഇത്രയും സാധനങ്ങളുമായി നമ്മളിനി നേരെ ഇവിടുന്ന് നേരെ ഇങ്ങനെ കയറി മേളിലൂടെ പോകണം കേട്ടോ. ഓക്കെ, അതാണ് പരിപാടി. എന്തായാലും വ്ളോഗേഴ്സ് അല്ലെങ്കിൽ ട്രാവലർ ആയതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ, അല്ലെങ്കിൽ എൻ്റെ വീഡിയോസ് കാണുന്ന ആളുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ വളരെ സന്തോഷമാണ് കേട്ടോ. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരുമ്പോഴേക്കും ഭയങ്കര സന്തോഷമാണ്. കാര്യം ഓരോ ആളുകൾ നമ്മുടെ വീഡിയോസ് കാണുന്നതാണെങ്കിലും അല്ലാത്തതാണെങ്കിലും എന്തൊക്കെ കൊണ്ടോ നമ്മളെ നല്ല രീതിയിലാണ് നോക്കുന്നത്. അത് ഭയങ്കര സന്തോഷം. അൽഹംദുലില്ലാ, പഠിച്ചവനോട് നന്ദി. ഞാനിപ്പോൾ ഈ അൽഹംദുലില്ലാ മാഷാ അല്ലാഹ് എന്നൊക്കെ പറയുമ്പോൾ പല ആൾക്ക് ഇഷ്ടം ആവത്തില്ല. ചിലർ ലൈക്ക് കൊടുക്കാതെ വിടും, എന്നെ ഷെയർ ചെയ്യാതെ വിടും. എനിക്ക് ഇതൊന്നും ബാധകമല്ല, പറയാനുള്ളത് പറയും. ഇപ്പോഴും അൽഹംദുലില്ലാ ഇത് തന്നെയാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ യാത്ര തുടങ്ങാം. നമ്മളങ്ങനെ കയറുകയാണ്. ഇതുവഴിയാണ് പോകുന്നത്. ഇവിടിൻ്റെ താഴെ ഒരു സംഭവം ഉണ്ട് കേട്ടോ. പാവം പിടിച്ച കുട്ടികൾക്ക് പൈസ ഡൊണേറ്റ് ചെയ്യുന്ന സംഭവമാണ്. പക്ഷേ ക്യാഷ് എടുക്കത്തില്ല, കാർഡ് എടുക്കത്തുള്ളൂ. എൻ്റെ കാർഡല്ല, ഞാൻ വീട്ടിൽ കൊടുത്തിട്ട് വന്നതുകൊണ്ട് ഞാൻ പറഞ്ഞു ക്യാഷ് പേ ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ ക്യാഷ് പേ ചെയ്യാൻ പറ്റത്തില്ല, അത് ഗവൺമെൻറ് അങ്ങനെ എന്തോ സംഭവമാണെന്നൊക്കെ പറഞ്ഞു കേട്ടോ. പിന്നെ വരുന്നവർ നിങ്ങൾക്ക് എന്തെങ്കിലും കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ കൊടുക്കാം. ഗൂഗിൾ പേ, ഫോൺ പേ ഒക്കെ ഉണ്ട് കേട്ടോ, അവിടെ കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഫൈനലി നമ്മൾ ഇവിടെ എത്തി. ഓ, ഗേറ്റ് നമ്പർ നോക്കണമല്ലേ. ഇപ്പോൾ സമയം എനിക്ക് തോന്നുന്നു ഒരു 9:30 കാണാം. ഇനിയുണ്ട് ഒരുപാട് ടൈം കേട്ടോ. ഇവിടെ ഇരുന്ന് വരവി ഊപ്പാട് വരും. അല്ല, ബോർഡിംഗ് പാസ് ഇവിടെ കാണിക്കണം. ബോർഡിംഗ് പാസ് എടുക്കട്ടെ. ആരോ റവ എങ്ങോട്ട് തെളിത്തറിയിട്ട് കേട്ടോ. റവയാണോ അറിയത്തില്ല, നോക്കട്ടെ. വേർ ഇസ് മൈ ബോർഡിംഗ് പാസ്? റൈറ്റ് സൈഡിൽ പേഴ്സിൻ്റെ അടുത്ത് വെക്കണം. കളഞ്ഞു പോയാൽ പണി കിട്ടും. എമിഗ്രേഷനിൽ ആൾ ചോദിച്ചു എങ്ങോട്ടാണ്. ഞാൻ പറഞ്ഞു ദുബൈയിലേക്കാണ് പോകുന്നത് പറഞ്ഞു. എന്താണ്? ഞാൻ പറഞ്ഞു ഇവിടെ ക്യാമറ എടുക്കാൻ പറ്റത്തില്ല. ഞാൻ പറഞ്ഞു ഇവിടെ നീ ബാഗൊക്കെ പരിശോധിക്കണം, കൊടുക്കണം. അങ്ങനെ പരിപാടിയെല്ലാം കഴിഞ്ഞു കേട്ടോ. 11:30 കണ്ടാണ് ഫ്ലൈറ്റ്. എവിടെ പോയിരിക്കണം? പടക്കം പോയിരിക്കണം. ഓക്കെ, അപ്പം എൻ്റെ ലഗേജിൽ പ്രശ്നം ഉണ്ടായിരുന്നു കേട്ടോ. ലഗേജിൽ പിടിച്ച് അതിൽ മറ്റേ ഹെയർ റോൾ ചെയ്യുന്ന സാധനം ഉണ്ടായിരുന്നു. ഇരുന്നിട്ട് പറയാം. അപ്പോൾ ഇവിടെ എത്തിയേട്ടോ നമ്മൾ. ഓ, എൻ്റെ അമ്മച്ചി. അങ്ങനെ നമ്മളിവിടെ എത്തി. പിന്നെ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എമിഗ്രേഷനിൽ അവർ പാസ്പോർട്ട് കാണിക്കുന്ന അവിടെ എൻ്റെ അടുത്ത് ചോദിച്ചു എവിടെ പോവാം. ഞാൻ പറഞ്ഞു യാത്ര ചെയ്യാൻ പോകാമെന്ന് പറഞ്ഞു കേട്ടോ. ഒന്നാമത്തെ കാര്യമാണ്, യാത്ര ചെയ്യാൻ പോവാണ്. അപ്പോൾ 6 മാസം കൂടുമ്പോൾ വരണമല്ലോ ലൈസൻസ്, അല്ല എമിറേറ്റ്സ് റിന്യൂ. ഞാൻ പറഞ്ഞു 2 വർഷം കഴിയുമ്പോൾ വന്നാൽ മതി എന്ന് പറഞ്ഞു. എത്ര മാസം നിന്ന് എന്നുള്ളതൊക്കെ ചോദിച്ചു. 3 മാസം കഴിഞ്ഞിട്ട് 6 മാസം നിന്നോന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞില്ല 4 മാസം നിന്നെന്ന് പറഞ്ഞു. പിന്നെന്താ, പിന്നെ ട്രാവലറൊക്കെയാന്ന് പറയുമ്പോഴത്തേക്കിനും യൂട്യൂബ് ചാനലൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞു നീ എവിടെ പോകാമെന്ന് ചോദിച്ചു എൻ്റെ അടുത്ത്. ഞാൻ പറഞ്ഞു യാത്ര ചെയ്യാൻ പോകാമെന്ന് പറഞ്ഞു. ജോലി അപ്പോൾ നാട്ടിലാണോ എന്ന് ചോദിച്ചു. അപ്പോൾ നാട്ടിലല്ല, ഞാൻ യാത്ര തന്നെ ചെയ്യുന്നതെന്ന് പറഞ്ഞു. അങ്ങനെ ആളുമായിട്ട് കമ്പനിയായി, എല്ലാം എഴുതി കൊടുത്തു. ഈ അടുത്തിപ്പം ഇവിടെ വന്നു കേട്ടോ. ഫ്ലൈറ്റിൽ ഇനിയിപ്പോൾ ഫ്ലൈറ്റ് 11:45. ഓക്കെ, അതുപോലെ എൻ്റെ രണ്ടാമത്തെ പിന്നെ എൻ്റെ ലഗേജ് വീണ്ടും ചെക്ക് ചെയ്യണമായിരുന്നു, ഹാൻഡ് ബാഗ്. അപ്പോൾ അതിൽ ഹെയർ റോൾ ചെയ്യുന്ന സാധനമാണ്. ആ സാധനം കണ്ടപ്പോൾ അത് മാർക്ക് ചെയ്ത് അതിൽ പിടിച്ച് എന്തോന്ന് നമ്മുടെ ഹെയർ റോൾ ചെയ്യുന്ന സാധനമെന്ന് പറഞ്ഞു. മൂന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളവിടെ വരുമ്പോഴത്തേക്കിനും
നമ്മുടെ ഇലക്ട്രോണിക്സ് സെപ്പറേറ്റ് ആക്കണം, മറ്റേ സെപ്പറേറ്റ് ആക്കണം കേട്ടോ. ഓക്കെ, ഇത്രയും കാര്യങ്ങളുള്ളൂ. ഇത് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് നേരെ ഇവിടെ വരും, വന്നിട്ടുണ്ട് എല്ലാം ഈ സ്ഥലത്ത്. ഓക്കെ, ഇനിയിപ്പോൾ ഇവിടുന്ന് പോകണം. ഇത്രയാണ് കാര്യം. ബോർഡിംഗ് പാസ് കാണിച്ചത് ഞാൻ, എൻ്റെ വീഡിയോസ് നിങ്ങൾ കാണാമെന്ന് വെച്ചാൽ അറിയാൻ പറ്റും. ഇത് ബോർഡിംഗ് പാസ്. അതുപോലെ തന്നെ 1X545 ആണ്, ഗേറ്റ് നമ്പർ 3 ആണ്, സോൺ 2 ആണ്, സീറ്റ് 9C ആണ്. ഇതൊക്കെ ടിക്കറ്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ എന്നെ വിളിക്കാൻ ആരും ഇല്ല കേട്ടോ അവിടെ വരെ UAE. ഞാൻ അവിടെ പോയിട്ട് രാത്രി മൊത്തം അവിടെ ഇരിക്കണം. എന്നിട്ട് രാവിലത്തെ ബസ്സിൽ കയറിയിട്ട് വേണം റൂമിൽ പോകാൻ. വേറെ റൂമും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് തന്നെയാണ്. അറേഞ്ച് ചെയ്തായിരുന്നു ഞാൻ, പക്ഷേ അത് വേണ്ടെന്ന് വിചാരിച്ചു. കാര്യം നമുക്ക് ശരിയാവത്തില്ല എന്നുള്ളത് വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ അതാണ് ഞാൻ നിങ്ങൾ തുടക്കം പറഞ്ഞത്, നമ്മൾ മാനസികമായിട്ട് കുറച്ച് പ്രശ്നത്തിലാണെന്നുള്ളത് കാര്യം. ഇതാണ് മെയിൻ എല്ലാവർക്കും. അതില്ലെങ്കിൽ ബിഗ് സീറോ. അതാണ് ലൈഫ് കേട്ടോ നമ്മുടെ. ചിലർ പൈസക്കാരനായിട്ട് മരിച്ചു പോകും, ചിലർ പൈസ ഉണ്ടാക്കാൻ ട്രൈ ചെയ്തിട്ട് മരിച്ചു പോകും. അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട്. നമ്മളൊക്കെ ഇതിൽ ഏത് കൂട്ടത്തിൽ പെടുമെന്ന് അറിയത്തില്ല. പ്രൊഡ്യൂസറിനായിട്ട് മരിച്ചു പോകുമോ, പൈസക്കാരനായിട്ട് പൈസ ഉണ്ടാക്കുന്ന ഒരാളായിട്ട് ആ രീതിയിൽ മരിച്ചു പോകുമോ, പൂജയായിട്ട് മരിച്ചു എന്നൊക്കെ പഠിച്ചവനെ അറിയത്തുള്ളൂ. പിന്നെ ഞാൻ ജസ്റ്റ് പറഞ്ഞതാണ്. ഭൂമിയിൽ പവർ വേണമെങ്കിൽ ഫുലൂസ് ക്യാഷ് വേണം. ഓക്കെ, എന്നാലും പരിപാടി നടക്കത്തുള്ളൂ. അപ്പോൾ ഇല്ലെന്ന് പറഞ്ഞാൽ നമ്മൾ സന്തോഷവാനാണ്. അതുണ്ടെങ്കിൽ കുറച്ച് പ്രത്യേക സാഹചര്യങ്ങളിൽ നമുക്ക് വില കിട്ടും കേട്ടോ. അതുകൊണ്ട് ഞാനിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഒരു ചെറിയൊരു ക്ലൂ തന്നെയാണ് നിങ്ങൾക്ക്. ഓക്കെ, അപ്പം ഇത്രയൊക്കെ തന്നെയുള്ള കാര്യം. കയ്യിരിക്കുന്ന ഏത്തപ്പഴം കേക്കും കഴിക്കണം. എന്നിട്ട് കുറച്ച് നടന്ന് കാഴ്ചകളെ കാണിച്ചാൽ ഫുഡ് കോർട്ടാണ് കേട്ടോ അവിടെ പോയി നിന്നിട്ട് കുറച്ച് ക്രാവിട്ടൊക്കെ വരാം. ഒരുപാട് സമയമുണ്ട്. സമയത്രയാണ് ഞാൻ പറയാം, 10:15. ഇനി 2 മണിക്കൂറുണ്ട്. സുജി മകളെ വിളിച്ചു. ഓക്കെ.